എല്ലാവർക്കും സുഖമല്ലേ? പഴപ്രഥം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് പായസമാണ്. ഈ 2-3 ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കൂട്ടോ. വളരെ ടേസ്റ്റാണ്. ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളാവൂട്ടോ വീട്ടിലെ സ്റ്റാർ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക കേട്ടോ. അതുപോലെ നേന്ത്രപ്പഴത്തിൽ ഉണ്ടാക്കിയാലേ കറക്റ്റ് സ്വാദം കിട്ടുള്ളൂ. ഈ പഴം നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. പഴം മുറിച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഉരുളിയിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആവട്ടെ. റോസ്റ്റായ അണ്ടിപ്പരിപ്പ് മാറ്റുന്നുണ്ട്. കുറച്ച് മുന്തിരി ഇടാം. ഇതിനൊന്നും അളവില്ല കേട്ടോ. പായസത്തിന് എന്തോരം വേണോ അതനുസരിച്ച് ചേർത്തോളൂ. പിന്നെ പ്രഥമന് അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ല, നാളികേരക്കൊത്ത് മാത്രം ഇല്ലെങ്കിൽ നമുക്ക് പ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുന്തിരി മാറ്റാം, റോസ്റ്റായി. ഇനി നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. നാളികേരക്കൊത്തും ബ്രൗൺ കളറായി, അത് നെയ്യിന് മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ മുറിച്ചെടുത്ത പഴം ആഡ് ചെയ്യുന്നുണ്ട്. പഴം നല്ലോണം നെയ്യിൽ ഉടഞ്ഞ് കിട്ടണം കേട്ടോ. പഴം നല്ലോണം ഉടഞ്ഞ് കിട്ടുമ്പോഴേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 2 അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറയ്ക്കുക ചെയ്യാം. അതുപോലെ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം ശർക്കര എടുക്കാനായിട്ട്. 1/4 കപ്പ് 3/4 പാലാണ് ഒഴിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മൾ മാറ്റി ചെയ്തു എന്നുണ്ടെങ്കിൽ പ്രഥമൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ശർക്കര എപ്പോഴും നമ്മൾ വെള്ളത്തിലൊക്കെയാണ് ഉരുക്കിയെടുക്കുക. ആ സ്ഥാനത്ത് 3/4 പാലിലൊക്കെ ഉരുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഥമൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് അലിയിച്ചിട്ട് വേണം നമുക്ക് സ്റ്റവിൽ വെച്ച് കൊടുക്കാനായിട്ട്. തേങ്ങാപ്പാലിൽ ശർക്കര ഉരുക്കിയെടുക്കണ കാരണമാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കണത്. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിയും. ഇത് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ശർക്കര നല്ലോണം അലിഞ്ഞു കിട്ടുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശർക്കര മാറ്റി വയ്ക്കാം. പഴം എത്രത്തോളം ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഉടച്ചെടുക്കണം കേട്ടോ. പഴം നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് ഉരുക്കി വെച്ചേക്കണ ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ശർക്കരയിൽ പഴം വരട്ടി എടുക്കണം കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പം എല്ലാം ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോൾ, ഇത്ര കട്ടിയായി വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1-2 ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ. ഇനി ഒന്നും കൂടി നല്ലോണം വരട്ടിയെടുക്കുക. പഴം നല്ലോണം വരട്ടിയെടുത്തു കേട്ടോ. ഇതുപോലെ വരട്ടിയെടുക്കണം. നമ്മൾ പഴപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഈ പഴം വരട്ടുന്നതിലാണ് നമ്മുടെ പ്രഥമൻ്റെ സ്വാദന്നെ അല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2/4 പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വരും കേട്ടോ 2/4 പാല്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളയ്ക്കുമ്പോൾ തന്നെ ശരിയായിക്കോളൂ കേട്ടോ. ഈ കട്ടയായിട്ടുള്ളതൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. 2/4 പാല് ചേർത്തിട്ട് അപ്പോഴാണ് നമ്മൾ വരട്ടി വെച്ചേക്കുന്നതൊക്കെ കറക്റ്റായിട്ട് പാലിൽ മിക്സായി കിട്ടുള്ളൂ. 2/4 പാല് ചേർത്ത് ഒക്കെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർത്ത് പായസം ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷം എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുറുകിയെടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒന്ന് നല്ലോണം തിളയ്ക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറുകി കിട്ടിക്കോളും. 2/4 പാല് ഒഴിച്ച് 1 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഞാനിത് ഇളക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് കുറുകിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് 1/4 പാലൊക്കെ ചേർക്കാനുള്ളതാണ്. കൈവിടാണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. 2/4 പാല് ഒഴിച്ച് നല്ലോണം കുറുകിയിട്ട 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചുക്കുപൊടി ഏലക്കപ്പൊടി ചേർക്കണ സമയത്ത് തന്നെ കുറച്ച് നേന്ത്രപ്പഴം എടുത്ത് നെയ്യിൽ വാട്ടി വെച്ചേക്കണതാണ്, അത് ചേർത്ത് കൊടുക്കണം. ഈ പഴം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കും പായസത്തിൽ. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിലാട്ട എടുത്തേക്കണേ. 3/4 കപ്പോളം ഉണ്ട് 1/4 പാല്.
ഒന്നാം പാൽ ചേർത്ത് തിളയ്ക്കണ്ട, നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ചൂടായാൽ മാത്രം മതി. ഒന്നാം പാൽ ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നും. അത് കുഴപ്പമില്ല കേട്ടോ. പഴമായ കാരണം ഒന്ന് ചൂടാറുമ്പോഴേക്കും തന്നെ പായസം ഇറുകിക്കോളും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതനുസരിച്ച് കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യുക. ഒന്നാം പാൽ ചേർത്ത് നല്ലോണം ചൂടായി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ കേട്ടോ. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സൊക്കെ ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പഴപ്രഥമൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.